ഹേ ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആയി വരുന്നുണ്ട്. ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏപ്രിൽ 15. അപ്പം ഇന്ന് വിഷു ആണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും കണിയൊക്കെ ഉണ്ട്. നല്ലൊരു തുടക്കമല്ല, നല്ലൊരു രാവിലെ ആയിട്ട് കണിയൊക്കെ കണ്ടിട്ട് ഇരിക്കുമായിരിക്കും, കൈനീട്ടമൊക്കെ വാങ്ങിച്ചിട്ട്. ഞാൻ കണിയൊന്നും കാണാതെ രാവിലെ തന്നെ കുറ്റിയും പറിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പം വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി വിഷു. ഒരു നല്ലൊരു വർഷമായി തീരട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ ആശീർവാദ തിയേറ്ററൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ണപ്പുറം പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഞാനെങ്ങനെ തൊടുപുഴ എത്തി, അല്ലെങ്കിൽ ഇന്നത്തെ യാത്ര ഇങ്ങോട്ടാണ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് വേറെ കുറച്ച് കാര്യം പറയാനുണ്ട്. ഈ ഒരു സ്ഥലത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അധികം പറയാനുണ്ട്. കാര്യം നമ്മൾ ഏകദേശം ഒരു 4 വർഷത്തിന് ശേഷമാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റ് പോയത് എനിക്ക് തോന്നുന്നു കൊറോണ കഴിഞ്ഞ് അതായത് ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് പോകുന്നത്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ മീൻസ് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ വീട് അവിടെയായിരുന്നു. അപ്പോൾ അവൻ വിളിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 2019. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് കൊറോണ കഴിഞ്ഞിട്ട് വീണ്ടും തമിഴ്നാട് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്ന വഴിക്ക് അവിടെ കയറി അവിടെ സ്റ്റേ ചെയ്ത് അവിടുന്ന് പിന്നെ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ വ്ളോഗ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ ഒരു തമിഴ്നാട് പോയതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പത്തെ ഒരു വ്ളോഗ് നമ്മൾ ബസ്സിന് എപ്പോഴാണ് പോയിട്ടുള്ളത്, ഫസ്റ്റ് എങ്ങാണ്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിലിട്ടുന്ന ഫസ്റ്റ് ഷോർട്സും ഫസ്റ്റ് വ്ളോഗും ഈ ഒരു സ്ഥലത്തിൻ്റെ ആയിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ സ്ഥലത്തിന്. അപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് ഇനി ഞാൻ പറയാൻ വെറുതെ വലിച്ചു നീട്ടുന്നില്ല. കാന്തല്ലൂരാണ്. അപ്പം നമ്മൾ എങ്ങനെ തൊടുപുഴ എത്തി, അല്ലെങ്കിൽ ഇനി എന്തോരം ദൂരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഇപ്പോൾ ഇനി 134 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ റൂമിൽ നിന്ന് തിരുവല്ലയിൽ നിന്ന് കറക്റ്റ് 205 കിലോമീറ്റർ. അതായത് 4 മണിക്കൂറിന് പറ്റേ 4 മണിക്കൂറും പിന്നെ അത്ര ഒരു മിനിറ്റ് കൂടെയാണ്. 4 മണിക്കൂറുണ്ട്, കറക്റ്റ് 4 മണിക്കൂറും ആണ് കാന്തല്ലൂരിനുള്ള 205 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ എങ്ങും നിർത്തിയിട്ടൊന്നുമില്ല. വരുന്ന വഴിക്കത്തെ വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ഇവിടെ വെച്ചാണ് ഇൻട്രോ എടുക്കുന്നത്. ഇനി അങ്ങോട്ട് വേണം വീഡിയോ എടുക്കാനും. അതല്ലെങ്കിൽ വ്ളോഗ് എടുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയത് 8 മണിക്കാണ്. നമ്മളെ തിരുവല്ലയിൽ നിന്ന് ഇറങ്ങുന്നത് 8 മണിക്കാണ്. ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി 134 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും നമ്മളിനി കാന്തല്ലൂർ എത്തുമ്പോൾ 1 മണി അല്ലെങ്കിൽ 2 മണിയാകും. അത് കാരണം ഫുഡ് ഞാൻ വന്ന വഴിക്ക് എങ്ങും കഴിക്കാതെ തൊടുപുഴ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ചായ പോലും കുടിക്കാതെ നേരെ വിട്ടു പോകുമായിരുന്നു. ഞാൻ ഒരു 6 മണിക്ക് അല്ലെങ്കിൽ ഒരു 5 മണിക്കെങ്കിലും ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത്. പക്ഷേ എണീറ്റപ്പോഴത്തേക്ക് ഒരു 7:30 കഴിഞ്ഞ്. പിന്നെ റെഡിയായി വന്നപ്പോഴത്തേക്ക് 8 മണിയായി. അത് കാരണം ഞാൻ എങ്ങും ചോട്ടാതെ വെടിയും പുകയിട്ട പോലെ പോവായിരുന്നു. അപ്പം കാന്തല്ലൂരിനെ പറ്റി പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും വ്ളോഗ് വീഡിയോ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ടുന്നതും അവിടെ തന്നെയാണ്. ഇനി 4 വർഷത്തിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാര്യം ഒരു 2 ദിവസമൊക്കെ നിന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ പോണ വഴിക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ അതായത് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റിയ സ്ഥലമാണോ കാന്തല്ലൂരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ 1 ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ 1 ഡേ ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മുടെ ദൂരം എന്തോരം ഉണ്ടെന്നനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. ഒരു നേരത്തേക്ക് രാവിലെ തന്നെ ഇറങ്ങുന്ന ഒരു 8 മണിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, നല്ല വെയിൽ കൊണ്ട് ഇങ്ങനെ പോവാം. അല്ലെങ്കിൽ ഒരു 5 മണിക്കോ 6 മണിക്കോ 5 മണി ആ ഒരു ടൈമിന് പിന്നെ നമ്മുടെ ദൂരം അനുസരിച്ച് നേരത്തെ ആകാം, അല്ല താമസിക്കാം. ഇപ്പം നമ്മൾ എറണാകുളത്ത് നിന്നൊക്കെ ആണെങ്കിൽ ഒരു 7 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നു. തൊടുപുഴയിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 134 കിലോമീറ്റർ ഉണ്ട്. എറണാകുളത്ത് നിന്ന് എന്നാലും കാണും. ഒരു 6 മണിക്ക് 7 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് പോരാം. നല്ല റോഡായിരിക്കും. വിട്ട് പോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 9-10 മണിക്കുള്ളിൽ കാന്തല്ലൂർ എത്താൻ പറ്റും. നമ്മൾ ഒരു 7 മണിക്കെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ. സോ അതുപോലെ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. പിന്നെ ഒരു ദിവസം കൊണ്ട് കണ്ടു തീരാൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാന്തല്ലൂർ കുറേ സാധനങ്ങൾ കാണാനുണ്ട്. എല്ലാവരും മറ്റേ കുറേ സ്ട്രോബെറി തോട്ടം, ആപ്പിൾ തോട്ടമൊക്കെ കാണിച്ച് പോകുന്നു. അതല്ലാണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് കാന്തല്ലൂർ കാണാനായിട്ട്. അതാ പറഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണെങ്കിൽ ഒരു 2 ദിവസം, അതായത് ഒരു വൈകിട്ട് നമ്മൾ ഒരു 5 മണിക്ക് കാന്തല്ലൂർ എത്തുന്ന രീതിക്ക് പോകും. അങ്ങനെയാണെങ്കിൽ സൺസെറ്റ് അങ്ങനത്തെ കാണാം. അത് കഴിഞ്ഞിട്ട് ഒരു രാവിലെ നമ്മൾ ഒരു 7 മണിക്കോ 6 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺറൈസും കണ്ട് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് നമുക്ക് ഒരു വൈകിട്ടത്തേക്കുള്ളിൽ തീരുന്ന രീതിക്ക് കവർ ചെയ്യാനും പറ്റും. അത്യാവശ്യം
പിന്നെ വരുന്ന വഴിക്ക് വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇങ്ങനെ പോരാൻ പറ്റും. സോ അങ്ങനെ പ്ലാൻ ചെയ്യാവുന്നവർക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. പിന്നെ വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നവർക്കെങ്കിൽ അത്യാവശ്യം ഒരു നേരത്തെ ഇറങ്ങിയിട്ട് അങ്ങനെ വന്ന് നമുക്ക് വേണമെങ്കിൽ കാന്തല്ലൂർ കയറി കുറേ സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രം വേണമെങ്കിൽ കണ്ടുപോരാം. വെള്ളച്ചാട്ടങ്ങളോ പിന്നെ കുറച്ച് വ്യൂ പോയിൻറ്റുകളോ അതൊക്കെ കണ്ട് നേരെ അവിടുന്ന് നമ്മളെ മറയൂർ പിടിച്ച് മറയൂർ നേരെ പൊള്ളാച്ചി വന്നിട്ട് അങ്ങനെ കറങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് പാലക്കാടേക്ക് തിരിച്ച് അങ്ങനെ കണ്ടു വേണമെങ്കിലും തിരിച്ചു വരാം. അങ്ങനെയും പ്ലാൻ ചെയ്യുന്നവരുണ്ട് വൺ ഡേ ട്രിപ്പ്. പക്ഷേ ഇതിനൊക്കെ ഒരു സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ കാലത്ത് പോവുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളും വേണം പ്ലാൻ ചെയ്യാം. ഇതൊക്കെ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ വണ്ണപ്പുറത്തേക്കാണ്. വണ്ണപ്പുറം ആ റൂട്ട് വഴിയാണ് പോകുന്നത്. ഞാൻ തൊടുപുഴ ഉണ്ടായിരുന്ന സമയത്ത് ഈ റൂട്ട് തന്നെയായിരുന്നു സ്ഥിരം നമ്മൾ സൈറ്റൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതായത് വാഗമൺ പോകുമ്പോഴും മൂന്നാറൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ റൂട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നൊസ്റ്റാൾജിയൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ ഒരു വർഷമായി നമ്മൾ തൊടുപുഴയിൽ നിന്ന് പോന്നിട്ട്. അപ്പം പിന്നെയും നമ്മൾ കുറേ പണ്ടത്തെ റൂട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജി അടിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന റൂട്ടും കൂടിയാണ്. നമുക്ക് എപ്പോഴും ഈ റൂട്ട് തന്നെ പോയിക്കൊണ്ടിരുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ റൂട്ടൊക്കെ ഇനി എന്തൊക്കെ മാറ്റം വന്നു അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലേ എന്നൊക്കെ കൂടെ അറിയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ മൂന്നാർ പോകുന്നവർക്ക് എനിക്ക് തോന്നുന്നു കുറേ റീലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം ഇപ്പം മൂന്നാർ ആരും പോകണ്ട, ചൂടാണ് കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. ഈ ഒരു സമയമായത് കൊണ്ടാണ്. പിന്നെ ഇപ്പം നല്ല ചൂട് എനിക്ക് അറിയുന്നില്ല, വണ്ടി ഓടിച്ച് പോകുന്നതുകൊണ്ടാണ്, ഒന്നും അറിയത്തില്ല. ഇതാണ് നമ്മുടെ വണ്ണപ്പുറം കാളിയാർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റൂട്ട്. ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, കാളിയാർ എസ്റ്റേറ്റ്. വളരെ ഫേമസ് ആണ്. എനിക്ക് തോന്നുന്നു എന്തൊക്കെ പ്രത്യേകതയുണ്ട്. എന്തോ ബ്രിട്ടീഷുകാർ പണിതാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ പ്രത്യേകതയൊക്കെയുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ഫേമസുമാണ് കാളിയാർ എസ്റ്റേറ്റ്. നമ്മൾ ഇതിനു മുമ്പ് തൊടുപുഴയിൽ നിന്ന് നമ്മുടെ കുറച്ച് വ്യൂ പോയിൻ്റൊക്കെ അന്ന് ഒരു വൺ ഡേ ട്രിപ്പ് പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ അന്ന് ഈ റൂട്ടൊക്കെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഉള്ളൊരു റൂട്ടാണ്. പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തൊരു റീല് കണ്ടായിരുന്നു. അതായത് മൂന്നാർ തണുപ്പാണെന്നും പറഞ്ഞ ആരും കുറ്റി പറിച്ച് പോരണ്ട, മൂന്നാർ നല്ല ചുട്ട് പഴുക്കുന്ന വെയിലാണെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ എന്തോ കണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ടാണ് ഞാനിപ്പോഴും പോകുന്നത്. പക്ഷെ നമ്മൾ മൂന്നാറല്ല പോകുന്ന, കാന്തല്ലൂരാണ്. എന്നാലും കാന്തല്ലൂരായാലും നല്ല ചൂടാകാനാണ് സാധ്യത. കാര്യം ഈ ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ, ഈ സമയത്തൊക്കെ നല്ല ചൂടും വെയിലുമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരും ട്രെൻഡ് പിടിച്ച് പോകുമ്പോൾ ഞാൻ ട്രെൻഡ് ഓപ്പോസിറ്റായിട്ടായിരിക്കും കാണിക്കുന്നത്. ചൂടുള്ള സമയത്ത് വേണമെങ്കിൽ പാലക്കാട് പോകും, വേണം അവിടെ പോയി ഒരു ചായ കുടിക്കും. അല്ലെങ്കിൽ ചൂടുള്ള സമയത്ത് മൂന്നാർ പോകും. വെയിലത്ത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അങ്ങനെയൊക്കെ കുറച്ച് പ്രത്യേകതയുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അങ്ങനെയല്ല, ഞാൻ പ്ലാൻ ചെയ്യുന്ന അങ്ങനെയാണ്. ഇപ്പം എല്ലാവരും ഇപ്പോൾ ട്രെൻഡ് പിടിച്ച് പോകുന്നു, അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് അങ്ങനെ റീൽസിൽ ട്രെൻഡാകുന്ന സ്ഥലങ്ങൾ പോകും. നമ്മൾ ആ സമയത്ത് ട്രെൻഡ് പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം പോലും അല്ലാത്ത ചിലപ്പോൾ സ്ഥലത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ പോകണമെന്ന് തോന്നി, ഇപ്പോൾ അവിടെ വെയിലാണോ ചൂടാണോ തണുപ്പാണോ നോക്കത്തില്ല, നേരെ പോകുന്നു, കാണുന്നു, തിരിച്ചു വരുത്തും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ട്രാവലിംഗ് പ്ലാൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രിപ്പ് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം ഞാനെല്ലാം വൺ ഡേ ട്രിപ്പ് പോലെ പിടിക്കുന്നുണ്ട്. അതല്ലാണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും അങ്ങനെയും പോകുന്നുണ്ട്. ഇപ്പോൾ കൊടൈക്കനാൽ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ഷോർട്സായിട്ട് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സായിട്ട് പോയത് അതൊരു 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതുപോലെ അതല്ലാണ്ട് നമ്മൾ കുറച്ച് ട്രിപ്പ് പോയിട്ടുണ്ട്, ഫ്രണ്ട്സായിട്ട് പോയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വൺ ഡേ ട്രിപ്പ് പോലെ പോകുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒറ്റയ്ക്ക് ഇപ്പോൾ വൺ ഡേ ട്രിപ്പ് പോയിട്ട് ഒറ്റ ദിവസം കൊണ്ട് പോകാൻ തിരിച്ചു വരിക. നമുക്ക് പിന്നെ വേറെ സ്റ്റേ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്കും അതുപോലെയാണല്ലോ. ഇപ്പോൾ നമ്മുടെ കൂടെ ആരുമില്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റേ ഒക്കെ ചെയ്ത് ഇങ്ങനെ കാണാനായിട്ട് അതിനുള്ളൊരിത് തോന്നില്ല. നമുക്ക് ജസ്റ്റ് വൺ ഡേ ഒരു ദിവസം പോവുക, കാണുക, തിരിച്ചു വരിക, അങ്ങനെ ഒരു മൈൻഡ് വേണമെങ്കിൽ സ്റ്റേ ചെയ്തും പോവാം. അതും ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. എനിക്ക് പിന്നെ അങ്ങനെ ഇങ്ങനെ സ്റ്റേ ചെയ്തൊക്കെ കാണണമെന്ന് താല്പര്യമൊന്നുമില്ല. ജസ്റ്റ് പോയി കാണുക, തിരിച്ചു വരിക. പക്ഷേ ഈ പറഞ്ഞ കാന്തല്ലൂർ എങ്ങനെ കണ്ടിട്ട് വരാനും പറ്റും. അതല്ലാണ്ട് സ്റ്റേ ചെയ്ത് വേണേലും, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്യുക, എന്നിട്ട് രാവിലെ പോയി എല്ലായിടം കണ്ട് തിരിച്ച് അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരാനും പറ്റിയൊരു സ്ഥലം കൂടിയാണ് കാന്തല്ലൂർ. ഞാനതാണ് തുടക്കത്തിലും പറഞ്ഞത്, ഒരു ദിവസം കൊണ്ട് കാണാനും പറ്റും.
അല്ലാതെ 2 ദിവസം 3 ദിവസം വേണമെങ്കിൽ നിന്ന് കാണാനും കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെയും നിൽക്കുന്നവരുമുണ്ട്. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉള്ള സ്ഥലം കൂടിയാണ് കാന്തല്ലൂർ. പിന്നെ ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ണപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോണ റൂട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഏതൊരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്, ആ ഒരു വ്യൂ പോയിൻ്റ്. പക്ഷേ ഈ സമയം അതുകൊണ്ട് ഞാൻ എവിടെ നിർത്താത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട്. വണ്ടി ഓടിച്ചു പോകുന്നതുകൊണ്ട് അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ വണ്ടി നിർത്തുമ്പോഴത്തേക്ക് ആ വെയിൽ നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ എങ്ങും നിർത്താത്ത. പിന്നെ നമുക്ക് ഒട്ടും സമയമില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും സമയമില്ല. കാര്യം നമ്മളിനി അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 2 മണിയാവും. ആ 2 മണിക്ക് ചെന്നിട്ട് ആ വെയിലത്ത് കിടന്ന് അവിടെ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു പരുവാകും. അത് വേറൊരു കാര്യം. പിന്നെ നമുക്ക് ഒരു സ്ഥലത്തും അങ്ങനെ നിന്ന് കാണാൻ പിന്നെ സമയം കിട്ടത്തില്ല. നമ്മൾ പെട്ടെന്ന് കണ്ടു തീർത്ത് പെട്ടെന്ന് തീർത്ത് പോരേണ്ട ഒരു അവസ്ഥ വരും. കാര്യം എനിക്കിനി തിരിച്ച് തിരുവല്ലയ്ക്ക് പോകണം. അങ്ങനെയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒട്ടും സമയമില്ല. ഇതുമില്ലാത്തൊരു സന്ദർഭമാണ്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ ക്യാമറ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ക്യാമറ ആംഗിൾ കറക്റ്റാണോ എന്ന് വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വണ്ടി നിർത്തി നോക്കിയിട്ട് കുഴപ്പമില്ല. കാര്യം നമ്മൾ അന്ന് നമ്മുടെ അച്ചൻകോവിൽ പോയപ്പോഴത്തേക്കും നമ്മളത് ഒരു ആംഗിളൊക്കെ പിടിച്ച് നോക്കിയിട്ട് അങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളൊരു ആംഗിൾ സെറ്റ് ചെയ്ത് അതായത് ഇന്ന് എടുത്ത വീഡിയോ ഇത്ര നേരം എടുത്തത്, അതായത് ഇപ്പോൾ കാണുന്നതല്ലാണ്ട് ഇതിനു മുമ്പ് എടുത്ത വീഡിയോ എല്ലാം നല്ല ആംഗിളിലാണ് സെറ്റ് ചെയ്ത്. ഇപ്പോൾ കാണുന്ന വീഡിയോ എങ്ങനെയുണ്ടെന്ന് ഇത് കഴിഞ്ഞിട്ടൊന്ന് വണ്ടി നിർത്തിയിട്ട് വേണം നോക്കിയിട്ട് വേണം പറയാനായിട്ട്. പിന്നെ ചിലപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിർത്തുന്ന പരിപാടി കുറവായേക്കാനാണ് സാധ്യത. കാര്യം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടു പോകുന്നതുകൊണ്ടും നിർത്താൻ സാധ്യതയില്ല. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യും, വീഡിയോ ഓണാക്കും, പോകുന്നു, പിന്നെയും വീഡിയോ ക്ലോസ് ചെയ്യുന്നു, പിന്നെ വീഡിയോ ഓണാക്കുന്നു, പോകുന്നു. അങ്ങനത്തെ പരിപാടി. അതായത് നിർത്തണ പോലും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഫോണാണെങ്കിൽ കിടന്ന് ഈ നമ്മുടെ സാംസങ്ങിലാണ് ഇപ്പോൾ മാപ്പ് ഇട്ടിരിക്കുന്നത്. ആ ഫോണാണെങ്കിൽ ഇടയ്ക്ക് റേഞ്ച് കട്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടച്ചിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. ചുമ്മാ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ പാട്ടിട്ടിരിക്കുന്ന കാരണം അത് ഓട്ടോമാറ്റിക് വേറെ പാട്ടൊക്കെ പ്ലേ ആകുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് വേറെ പാട്ടൊക്കെ പോകുന്നു, ആർക്കൊക്കെ മെസ്സേജ് അയക്കുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതേലും കുത്തിപ്പൊളിക്കുന്നുണ്ട്. അതുപോലെ മാപ്പ് ഓട്ടോമാറ്റിക് കട്ടായും പോകുന്നു. പിന്നെ ഇപ്പോഴേ മാപ്പ് ഇട്ടാലേ പറ്റത്തുള്ളൂ. പിന്നെ മൂന്നാർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എയർടെലിൻ്റെ റേഞ്ച് കട്ടാകും. ജിയോ ഏത് അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. ജിയോ റേഞ്ച് പോകുമെന്നാണ് ഒരു തോന്നൽ. എയർടെൽ എന്തായാലും ഞാൻ ആ സമയത്ത് എനിക്ക് എയർടെലാണ് അറിയാം. ജിയോയും റേഞ്ച് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ റേഞ്ച് കട്ടാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ മാപ്പ് മാറിപ്പോകുന്നു, ഫോണാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകുന്നു. പിന്നെ എനിക്ക് ഇത്ര ദൂരം പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ട് വേണം പോകാനെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈബിൽ പോകാനാണ് ഇരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ വണ്ടിയിൽ വെറുതെ കുത്തിയിരിക്കുന്ന പോലെ ആയിപ്പോകും. നമ്മുടെ മോട്ടറോളയിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ വീഡിയോ എന്തോരം ക്ലിയർ ആകുന്നുണ്ട് അല്ലെങ്കിൽ ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കണം. ഇത് ചിലപ്പോൾ ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ നോക്കുന്നത്. പിന്നെ ഇടയ്ക്ക് കൈയും കാലും പൊക്കുന്നു, വേറൊന്നുമില്ല. ക്യാമറ ആംഗിൾ കറക്റ്റാണോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് ഇങ്ങനെ താഴത്തേക്ക് വരുന്ന പോലെ തോന്നുന്നു. അത് കാരണം ഞാൻ ഇങ്ങനെ പൊക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആംഗിളാണ് കിട്ടുന്നതെന്ന് നോക്കിയതില്ല. പിന്നെ ഈ റൂട്ട് നമ്മുടെ കട്ടപ്പന അങ്ങോട്ടൊക്കെ പോകുന്ന, കട്ടപ്പന മൂന്നാർ എല്ലായിടത്തേക്കും പോകുന്ന റൂട്ടും കൂടിയാണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നല്ല റൂട്ടാണ് കേട്ടോ. പക്ഷേ ഈ റൂട്ട് എനിക്ക് തോന്നുന്നു ഈ റൂട്ട് അങ്ങനെ ആരും വന്ന് പരിചയമില്ല. എല്ലാവരും നമ്മുടെ അടിമാലി പഠിച്ച് അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങനത്തെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് മൂന്നാർ പോകാൻ തിരക്കില്ലാത്ത വഴി, അല്ലെങ്കിൽ നമ്മുടെ അടിമാലിനകത്ത് തിരക്കും റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം അതിൽ നിന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിരക്കും ബഹളത്തിൽ നിന്ന് പൊടിയിൽ നിന്നൊക്കെ മാറി വേണമെങ്കിൽ ഈ റൂട്ട് പഠിക്കുന്നത് നന്നായിരിക്കും. കാര്യം നേരെ തൊടുപുഴ വരിക, തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറം കാളിയാർ റൂട്ട് അത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വരും. ഇല്ലെങ്കിൽ വണ്ണപ്പുറം റൂട്ട് അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വന്ന റൂട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കല്ലാർകുട്ടി ഒരു ഡാമുണ്ട്, ആ ഡാം ഈ റൂട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മാറി കഴിഞ്ഞാൽ വെള്ളത്തൂവൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടമുള്ളൊരു പാലത്തിൻ്റെ നടുക്കൂടെ പോകുന്നത്. ഞാൻ ആ റൂട്ട് കാണിച്ചു തരാം. ഇപ്പോഴത്തെ ആ കല്ലാർകുട്ടിക്കൊക്കെ പോകുന്ന റൂട്ടാണ്. അതായത് കട്ടപ്പന കല്ലാർകുട്ടി അങ്ങോട്ടൊക്കെ പോകുന്ന ഈ ഒരു വഴി തന്നെയാണ്. ഈ റൂട്ട് നേരെ ചെന്ന് കയറുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിമാലിയിൽ നിന്ന്
2 റൂട്ടായിട്ട് പിരിയും. അതായത് നേര്യമംഗലം കഴിഞ്ഞ് പാലം കയറി കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കും 2ആയിട്ട് റൂട്ട് പോകും. അത് നേരെ പോയി കഴിഞ്ഞാൽ അടിമാലി കയറി പോകുന്ന റൂട്ട്, അല്ലാണ്ട് മേപ്പോട്ട് റൂട്ട് പോകുന്നുണ്ട്. ആ റോഡ് ഇങ്ങോട്ടാണ് വന്ന് കയറുന്നത്. അപ്പം നമുക്ക് ഈ അടിമാലിലെ തിരക്കും ബഹളവും അല്ലെങ്കിൽ ആ റോഡ് പണിയുടെയൊക്കെ പൊടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഈ റൂട്ട് വേണം പിടിക്കുന്നത് നന്നായിരിക്കും. കുറച്ച് കറക്കം കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് കറക്കം കൂടുതലാണ്. കാര്യം നമ്മൾ അടിമാലി നേര്യമംഗലം അടിമാലി പിടിക്കുമ്പോഴത്തേക്കും ഉള്ളതിനൊക്കെ കുറച്ച് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കൂടുതലുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു 3-4 കിലോമീറ്റർ എന്തായാലും കാണും, കൂടുതൽ കാണും എന്തായാലും ഈ റൂട്ട് കുറവല്ല, നല്ല രീതി ലോങ് ആയിരിക്കും വരുമ്പോഴത്തേക്കും. പക്ഷേ ആ ഒരു തിരക്കും ബഹളവും അല്ലെങ്കിൽ അവിടുത്തെ ആ പൊടിയും ബഹളത്തിൽ നിന്നൊക്കെ മാറിപ്പോരാ. കാര്യം ഇപ്പോൾ റോഡ് പണി നടക്കുന്ന നല്ല രസമാണ് ആ റൂട്ട് വരുമ്പോൾ. ഞാനിപ്പോഴൊന്നും പോയിട്ടില്ല, എന്നാലും ഞാൻ ഈ തൊടുപുഴ ഉള്ള സമയത്തുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ഇപ്പം എന്താണ് അവസ്ഥ, ഇനി റോഡ് പണിയൊക്കെ തീർന്നു അല്ലെങ്കിൽ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല. നമ്മൾ അന്നേരം ഉള്ളപ്പോഴും അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ അടുത്ത് ഞാൻ ആരുടെയൊക്കെ വ്ളോഗിലോ വീഡിയോയിലോ ഈ ഷോർട്സ് അതായത് റീലെന്തോ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പണിയൊന്നും തീർന്നിട്ടില്ല. കാര്യം ഈ റൂട്ട് വരുന്നവർ ശ്രദ്ധിക്കുക, റോഡ് അവിടെ ഇവിടെ കുഴിച്ച് വെച്ചിരിക്കുകയാണ്. അത് കാരണം രാത്രി വരുന്നവർക്ക് അപകടം ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ എന്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എനിക്ക് ആരെ ഇട്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ റീൽസ് ഇതുപോലെ ഇങ്ങനെ എപ്പോഴും കണ്ട റീൽസിലും ഷോർട്സിലും അങ്ങനെ എന്തൊക്കെ കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പേടി ഉണ്ടാകാതെ വേണമെങ്കിൽ ഇങ്ങനെയും പോകാം. ഞാൻ ഈ പറഞ്ഞ റൂട്ടാണ് ഇപ്പം കണ്ടത്. നമ്മളിപ്പോൾ റൈറ്റിലേക്കാണ് പിടിച്ചത്. ആ നേരെ വരുന്ന റൂട്ട് അടിമാലിയിൽ നിന്ന് നേരെ കയറി വരുന്ന റൂട്ടാണ്. ഈ പോണ വഴിക്കാണ് നമ്മുടെ ഒരു ഡാമുള്ളത്, കല്ലാർകുട്ടിയുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു ഞാൻ കാണിച്ചു തരാം, കുറച്ചപ്പുറത്ത് മാറി കാണിച്ചു തരാം. ഇവിടെയൊക്കെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി ചുമ്മാ അവിടെയൊക്കെ നിൽക്കാറുണ്ട്, ചില്ല് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. ഞാൻ ഈ കാണാനാണ് നമ്മളെ കല്ലാർകുട്ടി. ഇത് മറ്റേ വെള്ളത്തൂവൽ അങ്ങോട്ടൊക്കെ പോകുന്ന റോഡ്. സോ കുറേ നാളായി നമ്മൾ ഈ റൂട്ട് വന്നിട്ട്, കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇത് ഗ്രില്ലിട്ടടച്ച്. നേരത്തെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമായിരുന്നു. ഇപ്പോൾ ഗ്രില്ലൊക്കെ ഇട്ടടച്ച്, മീൻസ് ഗ്രില്ലല്ല, കമ്പി വേലി എന്തോ കെട്ടി വെച്ചിരിക്കും. പുതിയ സെറ്റപ്പാന്ന് തോന്നുന്നു. ഇതാണ് കല്ലാർകുട്ടി ഡാം. നമുക്കെന്തായാലും സമയമില്ല, ഏകദേശം ഇപ്പോൾ എത്രയും 12:42 ഞാൻ 1 മണിക്ക് എനിക്ക് എത്രയെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഈ സാമാനം ഉണ്ടല്ലോ നമ്മുടെ ഹെൽമെറ്റ് മൗണ്ടിങ്, അത് ഇളകി താഴെ പോയി ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് കെട്ടാതെ അങ്ങനെയൊക്കെ കുറേ പ്രശ്നം വന്നതുകൊണ്ടാണ് ഫോണൊന്ന് ഞാൻ തല്ലിപ്പൊട്ടിച്ചതാണ്. ഒന്നൊരു ഇത് കൂടെ ടെലിഗ്രാഫൊക്കെ പൊട്ടി ഇടയ്ക്ക് റേഞ്ച് കട്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കല്ലാർകുട്ടി ഡാം. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഇനി ഇവിടെ നേരെ ഈ റോഡ് വെള്ളത്തൂവൽ, ഈ റൂട്ടൊക്കെ നമ്മൾ കുറേ പണ്ട് കിടന്ന് അലഞ്ഞിരുന്നാണ് നമ്മൾ ഈ റൂട്ട് കാണിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചെന്നെങ്കിൽ അതെന്തായാലും നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം സമയക്കുറവ്, രണ്ടാമത്തെ കാര്യം വീഡിയോയുടെ ലെങ്ത്ത് കൂടുതൽ. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, ഓരോ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം നോക്കിയില്ല. 1 മണിക്കൂറുണ്ടെങ്കിൽ 1 മണിക്കൂർ ആ വീഡിയോ വലിച്ച് വാരി എല്ലാം എടുക്കുകയും ചെയ്യും. അതൊക്കെ എന്നിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ പണ്ടത്തെ വീഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. മാക്സിമം വീഡിയോ കുറേ കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യില്ല. കുറേ കാര്യങ്ങൾ ലെങ്ത്ത് കൂടുമെന്നുള്ള പേടി കാരണം കുറേ കാര്യങ്ങൾ മറ്റേ ഉള്ളിലേക്ക് വീഴും. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന കാരണം ഈ കുറച്ചിങ്ങനെ എന്താ പറയുക, നമ്മളെ ലെങ്ത്ത് കൂടുന്നുണ്ടോ എന്ന രീതിയിലാണ് എടുക്കുന്നത്. പക്ഷേ എന്നാലും നല്ല രീതി എനിക്ക് തോന്നുന്നു 3/4 മണിക്കൂറെങ്കിലും കാണും. 3/4 മണിക്കൂറോ 50 മിനിറ്റോ മറ്റേ 50, അതായത് 3/4 മണിക്കൂറൊക്കെ ഉള്ള വ്ളോഗൊക്കെ ആണെന്ന് തോന്നുന്നു. 3/4 മണിക്കൂർ അരമണിക്കൂറൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ അച്ചൻകോവിൽ പോയ വീഡിയോ എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 1.5 മണിക്കൂർ പറ്റെങ്ങാണ്ടുണ്ട്. ആ വീഡിയോ ഫുള്ള് എഡിറ്റ് ചെയ്യാൻ നേരത്ത് അത് ഞാൻ കട്ട് ചെയ്താണ് അരമണിക്കൂർ ആക്കി വെച്ചത്, അരമണിക്കൂറത്തേക്കുള്ള രീതിയിലാക്കി വെച്ചത്. അങ്ങനെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാക്സിമം കുറേ സാധനങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് കാരണം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും കുറേ അവിടെ ഇവിടെയൊക്കെ തെറിച്ച പോലെയായിരിക്കും വീഡിയോ ഇരിക്കുന്നത്. പിന്നെ ഈ റൂട്ടിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് കുറച്ച് വ്യൂ പോയിൻറ്റുകൾ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിപ്പം നമ്മൾ മൂന്നാറിലേക്ക് കയറാറായി. അതായത് ആനച്ചാൽ ആ റൂട്ടാണ് വന്ന് കയറുന്നത്. അതായത് നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ആനച്ചാൽ വന്ന് കയറും. ആനച്ചാൽ നേരെ മൂന്നാർ ടൗണ് ഇപ്പുറത്ത് വന്ന് ചാടും. അതായത് അടിമാലി കയറാതെ നേരെ ഇപ്പുറത്ത് വന്ന് ചാടും. ഈ വരുന്ന റൂട്ടും അത്യാവശ്യം കുറച്ച് വ്യൂ പോയിൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ടവർക്ക് വണ്ടി ഇറത്തിയൊക്കെ കുറച്ച് ആസ്വദിക്കുക സമയം ഉണ്ടെങ്കിലും. ഇല്ലെങ്കിൽ പിന്നെ എന്നെപ്പോലെ ഇങ്ങനെ വിട്ട് പോകേണ്ടി വരും.
വേണ്ട ഈ റൂട്ട് അത്യാവശ്യം തിരക്ക് കാര്യങ്ങളുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ ഈ വെയിൽ സമയത്തും, അതായത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഈ സമയത്തും ആൾക്കാർ വരുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഈ റൂട്ടൊക്കെ കാണാൻ പൊളി, ഒരു രക്ഷയില്ല, വ്യൂ അടിപൊളിയാണ്. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്ന കാരണമാണ് ഞാൻ ചില സാധനങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നത്. ടൂറിസ്റ്റ് ബസ്സൊക്കെ വരുന്നുണ്ടല്ലോ, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഈ സമയം കൊണ്ട് തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ മൂന്നാർ ടൗൺ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കാര്യം മനസ്സിലായത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വിഷു, അതിൻ്റെ അവധി, പിന്നെ പിള്ളേരുടെ വെക്കേഷൻ ടൈമാണ്. ഈ വേനൽ അവധി അല്ലെങ്കിൽ നമ്മുടെ എക്സാം കഴിഞ്ഞ് എല്ലാവരും വെക്കേഷൻ ടൈമാണ്. സോ അപ്പം ഈ സമയത്തായിരിക്കും എല്ലാവരും ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം മൂന്നാർ അങ്ങനെയുള്ള അതായത് നമ്മുടെ ഫാമിലി ആയിട്ട് എല്ലാവരും, നമ്മുടെ അല്ല, ഒരു ഫാമിലി പ്ലാൻ ചെയ്യുന്ന ട്രിപ്പ് ഫസ്റ്റ് മൂന്നാറായിരിക്കും. മൂന്നാർ പോകും. അപ്പോൾ അങ്ങനെയുള്ളവർ മൂന്നാർ വരും, അവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണും. പിന്നെ ഈ റൂട്ട് ഇപ്പോൾ ഈ പോണ വഴിക്കാണ് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക്. സോ അങ്ങോട്ടുള്ള തിരക്കും അതിൻ്റെ ആകാനാണ് സാധ്യത. അപ്പം മൂന്നാർ പോകുന്നവർ അങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. മൂന്നാർ പിന്നെ എവിടെയാണ് നമ്മുടെ എക്കോ പോയിൻ്റ്, അതായത് സൈലൻറ്റ് വാലി. എനിക്ക് തോന്നുന്നില്ല സൈലൻറ്റ് വാലിയൊക്കെ അധികം ആൾക്കാർ പോയി ഞാൻ കേട്ടിട്ടില്ല. മിക്കപ്പോഴും നമ്മുടെ ബൈക്കേഴ്സ് ടീമായിരിക്കും പോകുന്നത്. അതെ ഈ കാരണം അത് തന്നെ ഇരവികുളം ആയെന്ന് തോന്നുന്നു. അത് തന്നെ ഇരവികുളം നാഷണൽ പാർക്ക്. അതെ ഈ ഇവിടെയാണല്ലോ, അതാണ്ട ലെഫ്റ്റ് സൈഡിൽ കാണാനാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇങ്ങോട്ടുള്ള തിരക്ക് ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ടുള്ള തിരക്കാവാനാണ് സാധ്യത. എല്ലാവരും ഈ വേനലവധി പിള്ളേരുടെ വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എക്കോ പോയിൻ്റ്, പിന്നെ ടീ എസ്റ്റേറ്റ്, ഇരവികുളം നാഷണൽ പാർക്ക്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഞാൻ അടുത്ത നെക്സ്റ്റ് പോകാൻ പ്ലാൻ ചെയ്യുന്നൊരു സ്ഥലം സൈലൻറ്റ് വാലിയാണ്. ഇവിടെ ഒരു വ്യൂ കാണുന്നുണ്ട്, ഒരു മിനിറ്റ് ഞാൻ നിർത്തി കാണിച്ചു തരാം. ഈ ഒരു വ്യൂ കണ്ടു എല്ലാവരും ചോദിക്കും, ചായ കുടിക്കാൻ എന്തിന് മൂന്നാർ പോകുന്നു, അല്ലെങ്കിൽ എന്തിനീ മൂന്നാർ എന്തിരുന്നിട്ടായി പോകുന്നത്, കുറേ തേയിലത്തോട്ടം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത്. ഞാൻ ഈ മൂന്നാർ എനിക്ക് തോന്നുന്നു ഒരു 5 തവണ 6 തവണയ്ക്ക് 6 ഒരു 7 തവണയെങ്കിലും വന്നിട്ടുണ്ടാവും. പക്ഷേ എപ്പോൾ വന്നാലും ഈ തേയിലത്തോട്ടവും ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തി. ഇപ്പോൾ ഞാൻ വട്ടവടയിൽ പോയിട്ടൊന്ന് വന്ന വഴിക്ക് ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഈ സ്ഥലത്തൂടെ എത്ര പ്രാവശ്യം വേണമെങ്കിലും പാസ് ചെയ്ത് പോയിട്ടുണ്ടാകും. പക്ഷേ ഇത് ഈ ഒരു വ്യൂ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അറിയാതെ വണ്ടി നിർത്തി നോക്കി നിൽക്കും. അതാണ് മൂന്നാർ, അല്ലെങ്കിൽ അതാണ് മൂന്നാറിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. സമയം ഇപ്പോൾ 1:47 ആയിട്ടുണ്ട്. എനിക്ക് വെയിൽ കാണുമ്പോൾ മനസ്സിലാവും 1:47 വെയിലാണ്. പക്ഷേ എനിക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയ തണുപ്പ്, ഒരു കാറ്റ് വരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എൻ്റെ മോനെ ഇതിങ്ങനെ കണ്ടോണ്ട് നിൽക്കാൻ തോന്നും. നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇത് കണ്ടോണ്ടിങ്ങനെ നിൽക്കുകയും ചെയ്യും. പക്ഷേ എനിക്കിപ്പോൾ സമയമില്ല. കാര്യം ഇപ്പം തന്നെ 1:47 ഇപ്പോൾ 1:48, അതായത് 2 മണി അടുപ്പിച്ച് ആകാറായി. ഇപ്പോൾ ഞാൻ മൂന്നാർ ടൗണിൽ നിന്ന് കയറി വന്നേ ഉള്ളൂ. ഇരവികുളം ഒരു നാഷണൽ പാർക്ക് കഴിഞ്ഞ് കയറിയിട്ടേ ഉള്ളൂ. എനിക്ക് ഇനിയും കിടക്കുന്നു. ഇപ്പം ഏകദേശം ഒരു 10-30 കിലോമീറ്റർ മറ്റേ ഉണ്ട് കാന്തല്ലൂരിന്. സോ കാന്തല്ലൂർ പോകണം, തിരിച്ചെനിക്ക് തിരുവല്ലയ്ക്ക് പോകണം. അപ്പോൾ അത്ര ഉള്ളതുകൊണ്ട് ഞാൻ അധികം നിൽക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ നിന്നിട്ട് വിട്ടുവിട്ട് പോകുന്നത്. അപ്പം ഇതൊന്നും കണ്ടപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മോൻ ഇതിനപ്പുറം എന്താ ഉള്ള സ്വർഗം. അതെന്തായാലും നമുക്ക് അടുത്ത പരിപാടിയായിട്ട് വരാം. വണ്ടി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ എയർടെലിൻ്റെ റേഞ്ച് പോയി, ജിയോയും പോയിട്ടുണ്ട്. ഏകദേശം മൂന്നാർ കയറിയിട്ടുള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു കിട്ടത്തില്ലെന്നാണ് തോന്നുന്നത്. മാപ്പിട്ട് വെച്ചിരിക്കുന്ന കാരണം കുഴപ്പമില്ല. എന്തായാലും നോക്കാം. കാര്യം ഇതിൻ്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ തേഞ്ഞ്. കാര്യം ഞാൻ ഇതിലാണ് മാപ്പിട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് മാപ്പിടാനും പറ്റത്തില്ല. സോ ഞാൻ പെടാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ നമുക്ക് അടുത്ത വ്യൂ പോയിൻ്റ് ഒന്ന് നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ഇച്ചിരി നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ലപോലെ നിർത്തി കണ്ടു പോകുമായിരുന്നു. ഞാൻ ഇറങ്ങിയ സമയം ഒരു 8 മണി ആയതുകൊണ്ട് കണ്ടോ വണ്ടികൾ പോകുന്നുണ്ട്. എനിക്ക് അവിടെ ആയിരിക്കും, നമുക്ക് അവിടെ വരെ അങ്ങോട്ടാണ് കയറുന്നത്. സോ ഇതാ ഹൈലൈറ്റ് കേട്ടാ, എന്താ ഒരു ഭംഗി, വരച്ച് വെച്ചേക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് പിന്നെ വരും. പൈസക്ക് കണ്ടോ സാധനമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. സോ ഇതൊന്നും കൂടെ നമ്മൾ കാണിച്ചേക്കാമെന്ന് വിചാരിച്ച്. കുറേ ചൂടത്താണ് ഞാൻ നിൽക്കുന്ന ഈ സാധനം. അപ്പോൾ പിന്നെ നമ്മളെ ഇങ്ങോട്ട് പോകണ വഴിക്ക് ഇത് കണ്ടോ, ഈ കളറിലെ പൂ, അതായത് മറ്റേ നീലക്കുറിഞ്ഞ പോലത്തെ ഒരു സാധനം കണ്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്, ആൾക്കാരിവിടെ നിർത്തിയിട്ടുമുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു സീനറി. എന്തത് ഈ വന്ന വഴിക്കെല്ലാം ഉണ്ട് ആ സാധനം. ഒരു സാധനം അത് ഈ ഒരു വീടാണ്. എൻ്റെ മോനെ എന്താ അത്, റോഡ് നോക്ക്. ഈ ഒരു റോഡും ഈ ഒരു പൂവും പൂത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമാണ്. തണലത്ത് കണ്ട വണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതായത് വേറെ വണ്ടി കൊണ്ട് കണ്ടോ തേയിലത്തോട്ടം. മോനെ ഈ വിഷ്വൽസാണ് ഒരു രക്ഷയില്ലാത്ത. ആരോടാ എന്താ ഇവിടെയും തേയിലത്തോട്ടം, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു സാധനം.
ഇങ്ങനത്തെ വിഷയം ഒരു രക്ഷയില്ല. എന്താ അത് നമ്മളെ എന്തോ കുറച്ച് ഇപ്പറകഥകളിലൊക്കെ കണ്ടു മറഞ്ഞ കുറച്ച് രൂപ. ഇതാണ് ഞാൻ പറയുന്നത്. എപ്പോൾ വന്നാലും നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും, നമുക്ക് പോരാൻ തോന്നിയില്ല. ഒരു രക്ഷയില്ല. കണ്ടോ, എനിക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നത് ക്ലിയർ ആകണ്ടെന്ന് എനിക്ക് പറഞ്ഞാൽ പൂവിൻ്റെ കളർ കിട്ടുന്നില്ല, പക്ഷേ ഒറിജിനൽ കളർ കാണിക്കാനും എനിക്ക് പറ്റുന്നില്ല. കണ്ടാൽ ഇതാണ് ആ വിഷ്വൽ. ഇതിനകത്ത് ഈ ഓവർ വെട്ടം കാരണം ഇതാണ്ടോ, ഞാൻ സൂം ചെയ്ത് കണ്ടാൽ അറിയത്തില്ല, കിട്ടുമെന്ന് അറിയത്തില്ല. കണ്ടോ, ഇതാണ് കളറ്. പക്ഷേ അടുത്ത് കാണിക്കാനായിട്ട് വേറൊന്നും ഇല്ല. പക്ഷേ ഇത് കണ്ടോ, ഈ ഒരു വിഷ്വലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പൊളിയാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് കിട്ടില്ല ഫോട്ടോസ് എടുക്കാം. സമയം എത്രയും 2:30 ആകാൻ പോകുന്നു. ഞാൻ ഇനി ഏത് കാലത്ത് കാന്തല്ലൂർ ആയില്ലെന്ന് എനിക്ക് അറിഞ്ഞു കാറ്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് പോരാന്ന് പറഞ്ഞു. ഞാൻ 2-3 പ്രാവശ്യം വിട്ട് പോകുന്നു. കുറേ സ്ഥലത്ത് ഇത് കണ്ട് നിർത്തി പോരാന്ന്, അതായത് നിർത്തണമെന്ന് വിചാരിച്ച് പോകുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. ഏറ്റവും മോനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടിയും കൂടി ഇരിക്കുന്നതാണ് ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ ആ വ്യൂവിനോട് ടാറ്റ പറഞ്ഞു പോയി. കാര്യം ഞാൻ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നു പോകും. അതങ്ങനെയാണ്, അതാണ് മൂന്നാർ. ഇപ്പം വേറെ കാര്യം പറയാൻ മറന്നു. ഇത് കണ്ടോ, നേരത്തെ ആ വണ്ടി കണ്ടെന്ന് തോന്നുന്നത് കണ്ടോ, ഈ ഫ്രണ്ട് പോകുന്ന വണ്ടി. ഈ മൂന്നാർ വരുമ്പോൾ മാത്രം കാണുന്നൊരു പ്രത്യേകതരം വണ്ടി. എനിക്ക് തോന്നുന്നു മൂന്നാർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. മൂന്നാർ ഊട്ടിയിൽ എനിക്ക് തോന്നുന്നു കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. ഊട്ടിയിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മൂന്നാർ വരുമ്പോൾ മാത്രം ഈ ഒരു വണ്ടി പ്രത്യേകതയുള്ളൊരു വണ്ടിയാണിത്. നമ്മളെ മറ്റേ ഏത് സിനിമ അത്, മല്ലു സിങ്ങിനകത്ത് കുഞ്ചാക്കോ ബോബൻ ഓടിച്ചോണ്ട് വരുമല്ലോ, പക്ഷെ അത് ഉള്ളി കൊണ്ടുപോകുന്നത്. ഇത് മറ്റേ തേയില, അതായത് തേയില പറിച്ച് രാവിലെ പറിച്ചിട്ട് അത് ടീ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന സെറ്റപ്പ്. പിന്നെ ഈ വന്ന വഴിക്കാണ്, അതായത് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, ഈ വന്ന വഴിക്കാണ് നമ്മുടെ കണ്ണൻദേവൻ്റെ ടീ എസ്റ്റേറ്റ്. അവരുടെ ടീ എസ്റ്റേറ്റും ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ പ്ലാന്റ് ഉണ്ട്, അതായത് ടീ ഫാക്ടറി അല്ലെങ്കിൽ നമ്മുടെ തേയില ഫാക്ടറി ഈ വന്ന വഴിക്ക് തന്നെയാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അന്നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ പ്രത്യേകത അതാണ്. ഈ തേയിലത്തോട്ടം നടുക്കൂടെ ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞ് പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്ന റോഡ്. എനിക്ക് തോന്നുന്നു കാറി വരുന്നവർക്ക് അതവരുടെ ഒരു അതങ്ങനെ കാറി വരുന്നവർക്ക് അവരുടേതായ ഫീലിംഗ്. പക്ഷെ ബൈക്കേഴ്സിനാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ബൈക്ക് റൈഡേഴ്സിന് അവരുടെ ഒരു സ്വർഗം അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രീം മൊമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രീതിയാണ് ഇവിടെ കൂടെ നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ. കാര്യം ഇങ്ങനെ വളച്ച് തിരിച്ച് വളച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഫീലിംഗാണ്. ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചരിച്ച് വളച്ച് തിരിച്ച് ഇങ്ങനെ ഈ വ്യൂവും കണ്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു ഫീല്, അതൊരു പ്രത്യേകതര ഫീലാണ്. അത് എത്രത്തോളം എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷേ നമ്മൾ ബൈക്ക് റൈഡേഴ്സിന് അത് മനസ്സിലാവും. പിന്നെ കാറിൽ വരുന്നവർക്ക് അവരുടേതായ ഒരു എൻജോയ്മെൻറ്റ്, നമുക്ക് നമ്മുടേതായ ഒരു എൻജോയ്മെൻറ്റ്. കണ്ട ആ വണ്ടി കുറേ ഉണ്ട്. മറ്റേ ട്രാക്ടർ പോലത്തെ ഒരു സാധനം തന്നെ ഇത്. പക്ഷെ ആ വണ്ടി കാണാൻ നല്ല രസം. കുണുക്ക് വണ്ടി, അതിനകത്തൊരാളിങ്ങനെ ഒരുമാതിരി മൂട്ട വണ്ടി പോലൊരു വണ്ടി, അതിനകത്ത് ഒരാക്കിയിരിക്കാവുന്ന സ്ഥലം, പിന്നെ ബാക്കിൽ ആൾക്കാരിരിക്കും, അങ്ങനെ പോകുന്നൊരു വണ്ടിയാണ്. ഈ ഒരു വ്യൂ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. പിന്നെ ഒരു നൈസൊരു പാട്ടും കൂടെ ഉണ്ടെങ്കിൽ തീർന്നു, ആഹാ. പിന്നെ ഈ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നിന്ന് പോകും. നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇവിടെ നമ്മൾ നിൽക്കും. അതിപ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല. ഈ വ്യൂ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമ്മളങ്ങ് നിന്ന് പോവും. അതിപ്പോൾ അതങ്ങനെയാണ് മൂന്നാറിൻ്റെ പ്രത്യേകത. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞു. ഏകദേശം ആ മൂന്നാറിൻ്റെ പ്രത്യേകത സവിശേഷത കാണിച്ചുകൊണ്ട് നിന്ന കാരണം ലെങ്ത്ത് കൂടുന്ന കാരണം നമ്മൾ കട്ട് ചെയ്ത്. ഇപ്പോൾ ഏകദേശം നമ്മളത് മറയൂരിലേക്ക് പോകുന്ന റൂട്ടാണ്. പക്ഷേ ഇതല്ല ഒറിജിനൽ റൂട്ട്. എനിക്ക് മാപ്പിൽ കാണിച്ച് ഇങ്ങനത്തെ ഒരു റൂട്ടാണ് ബൈക്കിൽ വന്നപ്പോൾ. ഇത് പക്ഷെ കൊള്ളാം കേട്ടോ. നമ്മൾ ബസ്സിൽ വരുമ്പോഴത്തേക്കും വേറെ റൂട്ട് കട്ട് ചെയ്താണ് പോകുന്നത്. പക്ഷേ ഈ റൂട്ട് ഒരു രക്ഷയില്ല. ഫുൾ കാടിനകത്തൂടെ ഒരു റോഡ്. ഈ റൂട്ട് ഞാൻ ഇതുവരെ വന്നിട്ട് പോലുമില്ല. ഈ റോഡും കൊള്ളാം കേട്ടോ. 2 കാട് മാത്രമാണ് ഇത്, അപ്പുറം കാടാണ്. ഫുൾ കാടിനകത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ട് ഞാൻ ഇതുവരെ വന്നിട്ടുമില്ല. അപ്പോൾ ഈ റൂട്ട് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അവിടെയൊക്കെ ആൾക്കാരൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാ കാട് തന്നെയാണ്. മീൻസ് നമ്മൾ മറയൂർക്ക് വരുന്ന, അതായത് മറയൂർ ആ ടൗണിലേക്ക് കയറുമ്പോഴത്തേക്ക് കാണുന്നൊരു കയറുന്നതിന് മുമ്പ് ഒരു കാടിനകത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഉൾവശമായിരിക്കും ഇത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ വണ്ടിയിൽ കണ്ടോ കരിമ്പും കെട്ടി വെച്ചുകൊണ്ട്, കരിമ്പ് തന്നെയല്ലേ ഇത്, അതാണെന്ന് തോന്നുന്നു. കരിമ്പാണോ പുല്ലാണ്, പക്ഷെ നേരത്തെ പോയി എനിക്ക് തോന്നുന്നു കരിമ്പാന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ മറയൂർ വന്നു കഴിഞ്ഞാൽ അതേ ഉള്ളൂ കരിമ്പ്, അതായത് ശർക്കര ഫാക്ടറി അല്ലെങ്കിൽ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ ഇതൊന്ന് കാട്ടിനകത്ത് ഇലക്ഷൻ നടന്നു.
മൊത്തം മറ്റേ പോസ്റ്ററാണല്ലോ കാട്ടിനകത്ത്. കാട് വെറുതെ വിട്ടിട്ടില്ല ഈ ഇലക്ഷൻ്റെ ഇതിന്. അപ്പോൾ ഗൈസ് ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. പിന്നെ പെട്രോൾ പമ്പുകളോ കാര്യങ്ങളോ എനിക്ക് തോന്നുന്നു മറയൂരുണ്ട്. മറയൂരുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ. വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മൂന്നാർ ടൗണിൽ ഒരു HP പമ്പുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പമ്പുകളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു മറയൂർ എവിടെയോ ഓർമ്മ ഉള്ള പോലെയാണ് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. പണ്ടത്തെ ഓർമ്മയാണ്. ഇനി അതൊക്കെ പൊളിച്ചളഞ്ഞോ ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മറയൂർ ടൗണ് കയറുമ്പോഴത്തേക്കെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഒരു പെട്രോൾ പമ്പ് ഉള്ളത്. കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം വന്നപ്പോൾ കണ്ടിട്ടുള്ളതാണ്. അതെൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഉള്ളതുപോലെയാണ് എൻ്റെ ഒരു ഊഹം. കറക്റ്റാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കണ്ടോ ഇങ്ങോട്ട് നമ്മുടെ മൂന്നാർ കഴിഞ്ഞ് ഈ മറയൂരൊക്കെ മൂന്നാർ കയറുമ്പോൾ തന്നെ ഒരു തമിഴ്നാട് ടച്ചാണ്. പിന്നെ മറയൂരൊക്കെ കയറിക്കഴിഞ്ഞാൽ ഫുള്ളൊരു തമിഴ് വൈബാണ്. നമുക്കിപ്പോൾ ഈ കാണുമ്പോഴത്തേക്കൊരു തമിഴ് ഗ്രാമത്തിൽ കൂടെ പോകാമെന്നേ തോന്നത്തുള്ളൂ. ഇതൊരു കേരളത്തിലെ റോഡാണെന്ന് നമ്മൾ തോന്നത്തില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത ഗൈസ്. അങ്ങനെ നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നതാണ് കാന്തല്ലൂർ പയസ് നഗർ, അല്ലെങ്കിൽ ഈ പോണ വഴിക്കാണ് നമ്മൾ ആനക്കൊട്ടപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആനക്കൊട്ടപ്പാറ അത് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് ആ സ്ഥലത്തിൻ്റെ പേര്. മറ്റേ ഈ അവിടെ ഒരു ഇതുണ്ട്, എന്തത് ആനയുടെ ഷേപ്പിലൊരു പാറയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ ഈ കല്ലിൽ കൊത്തിവെച്ച അങ്ങനെ എന്തോ മറ്റേ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊക്കെ കൊത്തിവെച്ച് വീട് പോലത്തെ എന്തോ സെറ്റപ്പുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള എന്തോ, അതായത് മുനിമാർ തപസ് ചെയ്തോ അങ്ങനെ എന്തോ ഒരു സ്ഥലം, അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഇവിടെ കൂടെയുള്ള ആ വ്യൂ ആണ് പൊളി. ഞാൻ വേണം നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെയെങ്കിലും നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തണം. കാര്യം നല്ല വെയിലുള്ള കാരണം നിർത്താൻ തോന്നുന്നില്ല. നല്ല വെയിലാണ്. പക്ഷെ അത് അറിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാറ്റുള്ളതുകൊണ്ടാണ് ആ വെയിൽ ചൂട് അറിയാത്തത്. പക്ഷെ നല്ല വെയിലുണ്ട്. ഞാൻ എവിടെയെങ്കിലും നിർത്തിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ആ വ്യൂ കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ. ഇനി ഇവിടുന്ന് നേരെ കയറി ചെല്ലണ പയസ് നഗറാണ് ചെക്ക് പോസ്റ്റ്. അതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഞാൻ നിർത്തി കാണിച്ചു തരാം. നമ്മളപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു എന്താണ് ചെക്ക് പോസ്റ്റ്, പയസ് നഗർ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ടാണ്. ഇതാണ് മറ്റേ ആനക്കൊട്ടപ്പാറ അങ്ങനെ എന്തോ ഒരു സാധനം. ഇതിൻ്റെ മുകളിൽ നമ്മുടെ റീലിലൊക്കെ കാണുന്ന ആ വഴി ഇതാണ് ഗൈസ്. ഇത് കണ്ട അവിടെ എന്തോ കാട്ടുതീ എന്തോ പറയാനുണ്ടല്ലോ തീ ഗൈസ്. കണ്ടാ വിദൂരത തീ ഇഷ്ടംപോലെ മഞ്ഞ് കോട അങ്ങനത്തെ ഐറ്റമൊന്നും കിട്ടില്ല. പക്ഷേ വിത്ത് 3 മണിയായി ഗൈസ്. 3 മണിയാണ്. ചൂടുണ്ട് അത്യാവശ്യം. എന്നാലും അറിയുന്നില്ല കാറ്റ്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്ന് ഇവിടെ വെച്ച് കയറ്റിയിട്ടുണ്ട്. നല്ല ഇനി വന്ന വഴിക്ക് 2-3 വെള്ളച്ചാട്ടം ഉണ്ടാകും. പക്ഷെ രണ്ടിടത്തും ഒരുമാതിരി ഉണങ്ങി പറ്റിയിരിക്കുന്നു. സോ ഇതാണ് ഇങ്ങോട്ടുള്ള സ്പെഷ്യാലിറ്റി. പിന്നെ ഇനി തിരിച്ച് പോണ വഴിക്ക് പമ്പ്, എനിക്ക് തോന്നുന്നു പമ്പ് ഈ പരിസരത്തൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മൂന്നാർ എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ. അതുകൊണ്ട് മൂന്നാറിൽ അടിച്ചിട്ട് തന്നെ ആയിരിക്കും നല്ലത്. എൻ്റെ അതിനകത്ത് ഫുൾ ടാങ്ക് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, തിരിച്ചെന്തായാലും പോണ വഴിക്ക് അടിക്കണം. ഇവിടെ പമ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. മറയൂരാണെന്ന് തോന്നുന്നു പമ്പ്. കാണുമായിരിക്കും ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ മൂന്നാർ ടൗണിലേ ഉള്ളൂ. സോ 10-40 കിലോമീറ്റർ ഉണ്ട്. എല്ലാവരും പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ ബ്ലാക്കിന് കിട്ടുമെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. ഐ തിങ്ക് സോ. അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു രക്ഷയില്ല. ഈ താഴെ കാണുന്നത് എന്ത് വരുന്നത് ആനക്കൊട്ടപ്പാറ. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് മേപ്പോട്ട് കയറുമ്പോൾ ഇനിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, മറ്റേ പയസ് നഗർ. സോ നമ്മളിത് വന്നുകൊണ്ടാണ് പരിചയം. പക്ഷേ എനിക്ക് എപ്പോൾ വന്നാലും ഇന്ന് വന്നൊരു റൂട്ട് വേറൊരു വ്യത്യാസമുണ്ട്. കാര്യം നമ്മൾ ടൗൺ കയറാതെ ഒരു ഇട റൂട്ട് വഴിയാണ് വന്നത്. ആ റൂട്ട് പൊളിച്ച് ഒരു കാടിനുള്ളിൽ കൂടെ തന്നെ കുറച്ച് നേരം വണ്ടി ഓടിച്ച് വന്ന് അതെന്തായാലും കിടില റൂട്ടായിരുന്നു. സോ നിങ്ങളും ആ റൂട്ടാണ് എന്നെങ്കിൽ ഒന്ന് നോക്കുന്നത് എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഒരു പൊളിച്ച് 3 മണിയായി. ഇനി അവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു 4 മണിയാകും. തിരിച്ച് എത്ര മണിക്ക് ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. കയറുക പോരുക എന്നുള്ള പരിപാടി ഉള്ളു. പറ്റുവാണെങ്കിൽ 2-3 സ്ഥലങ്ങൾ കാണുക, വിടുക. 5 മണിക്കുള്ളിൽ വിടുന്നെങ്കിൽ ഇറങ്ങണം. 5 മണി 6 മണിക്കുള്ളിലെങ്കിലും ഇറങ്ങണം. കാര്യം ചെക്ക് പോസ്റ്റ് അടയ്ക്കും. പിന്നെ കയറ്റി വിടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ പെട്ടെന്ന് തീർത്ത് പോരാനാണ് എൻ്റെ ഒരു പ്ലാൻ. കാര്യം എനിക്കിനി തിരിച്ച് റൂം എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 10-11 മണിയാകാനാണ് സാധ്യത. നമുക്ക് നോക്കാം. അതല്ല നമുക്ക് ഇവിടുന്ന്. പിന്നെ ഞാൻ പറയാൻ മറന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തല്ലൂർ കയറുമ്പോൾ തന്നെ 2 ചെക്ക് പോസ്റ്റ്, മെയിൻ ചെക്ക് പോസ്റ്റ് എനിക്ക് തോന്നുന്നു 2 ഉള്ളൂ. പിന്നെ വരുന്ന വഴിക്ക് വേറൊരു ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ട്. അതായത് മറയൂരിൽ നിന്ന് കയറി കഴിഞ്ഞാൽ 2 ചെക്ക് പോസ്റ്റ് കാണാം. അതായത് ഒന്ന് താഴത്ത് മറയൂരിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പയസ് നഗർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട്, അതായത് പയസ് നഗർ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ 2 ചെക്ക് പോസ്റ്റാണ്
നമ്മുടെ കാന്തല്ലൂർ മെയിനായിട്ടുള്ളത്. ഇത് നേരെ ചെന്ന് ടൗണിൽ കയറണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കുക ഗൈസ്. അപ്പം നമ്മൾ ടൗണിലേക്ക് പോയി. ഞാൻ നേരെ വിട്ട് കാന്തല്ലൂർ ഇട്ടാറിന് നേരെ ടൗണിൽ ചെന്ന് കയറി. നമുക്ക് പിന്നെ ടൗണൊന്നും കാണാനില്ല. അവിടെ നേരെ പോയി കഴിഞ്ഞാൽ മറ്റേ സ്ട്രോബെറി തോട്ടമുണ്ട്. പക്ഷേ ഇപ്പോൾ പോകുന്നതാണ് നമ്മുടെ ഭ്രമരം വ്യൂ പോയിൻ്റ്. അതായത് ഭ്രമര സിനിമ ഷൂട്ട് ചെയ്ത കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അതാണ്. അതിപ്പോൾ ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരു 3-4 വെള്ളച്ചാട്ടം ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കാണിക്കുന്നുണ്ട്. എല്ലാ വെള്ളച്ചാട്ടത്തിലും പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇങ്ങോട്ട് ജീപ്പ് സഫാരി ടീമാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ പ്രൈവറ്റ് വണ്ടിക്കൊക്കെ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ പോയത് പ്രൈവറ്റ് വണ്ടിയൊന്നും അല്ല, അത് ഇവിടുത്തെ ആൾക്കാരുടെ വണ്ടിയാണ്. അതായത് ഇവിടുത്തെ ആൾക്കാരുടെ വണ്ടി തന്നെ. പുറത്തുനിന്ന് വരുന്നവർക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. ഞാനൊരു റീല് കണ്ടുകൊണ്ട് കയറി പോകുന്നത്, ആ ഒരു ഇതിലാണ് ഞാൻ കയറി വരുന്നത്. ഞാനിങ്ങോട്ട് കയറിയപ്പോൾ തൊട്ട് ജീപ്പ് സഫാരി ടീമുകൾ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ അത് ഇതുപോലെ ഓട്ടോ, അത് ഇവിടുത്തെ ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ സ്വന്തം കാറിൽ വരുവാണെങ്കിൽ ഇങ്ങോട്ട് കയറുന്നത് റിസ്ക്കാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഗട്ടർ നല്ല മോശമായിട്ടുള്ള റോഡാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് കയറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണ് കയറാതെ, അതായത് ഭ്രമരം വ്യൂ പോയിൻറ്റിലേക്ക് വരണമെങ്കിൽ ടൗണിലേക്ക് കയറണ്ട. ടൗണിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ റൈറ്റിൽ തപ്പോട്ടൊരു വഴി ഇങ്ങനെ കിടക്കുന്നതാണ്. നിങ്ങൾ ഭ്രമരം വ്യൂ പോയിൻ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൗണിൽ കയറുമ്പോൾ തന്നെ ജീപ്പ് സഫാരി ടീമുകളുണ്ട്. സോ അവരെന്തായാലും മെയിൻ പ്ലേസുകൾ കറക്കി വിടും. അവരെന്തായാലും കൊണ്ടുവന്ന് നേരെ ടൗണിൽ നിന്ന് നേരെ അകത്തോട്ട് പോയിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ആപ്പിൾ തോട്ടം, സ്ട്രോബെറി തോട്ടം, അങ്ങനെ കുറേ തോട്ടങ്ങൾ, പച്ചക്കറി തോട്ടം, അങ്ങനെയുള്ള തോട്ടങ്ങൾ, കാര്യങ്ങൾ. പിന്നെ ഈ ഭ്രമരം വ്യൂ പോയിൻ്റ്, പിന്നെ എനിക്ക് തോന്നുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇവിടെ 3-4 വെള്ളച്ചാട്ടമുണ്ട്. ഈ റോഡാണ് കയറുന്നത്. ഇങ്ങോട്ട് ഞാനല്ലാണ്ട് വേറെ വണ്ടി വരുന്ന ജീപ്പ് സഫാരി ടീം അല്ലാണ്ട് വേറെ വണ്ടിയൊന്നും കാണുന്നില്ല. ഞാൻ പക്ഷെ കയറാൻ പറ്റുമെന്നൊരു റീലിൽ കണ്ടുകൊണ്ട് ഞാൻ കയറി പോവുകയാണ്. അപ്പോൾ ഭ്രമരം വ്യൂ പോയിൻ്റ് നേരെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നിർത്തട്ടെ, ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഗൈസ്, ഇതാണ് ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പുറത്താണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ, അവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്. കൊള്ളാം, ഇങ്ങോട്ട് തന്നെ വഴി കൊള്ളാം. പിന്നെ എൻട്രി ഫീസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരൊന്നും പറയുന്നുമില്ല. പോയി കാണാനുള്ള സ്ഥലമുണ്ടെന്ന് പറയുകയും ചെയ്തു. നമുക്ക് എന്തായാലും തപ്പടക്കിട്ട് പോയി നോക്കാം. അയ്യോ, കൊള്ളാം കേട്ടോ ഈ സ്ഥലം. എൻ്റെ മുന്നേ വിഷയം ലൊക്കേഷൻ കൊള്ളാം. പക്ഷെ ഇതല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പുറത്താണ് നമ്മുടെ ഭ്രമരമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം. പക്ഷേ ഈ ലൊക്കേഷൻ കൊള്ളാം. അവിടെ നിന്നവന്മാർ പറഞ്ഞത് പോയി കാണാം, അവിടെ കാണാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എന്തൊക്കെയൊരു സാധനമുണ്ട്. സോ ഇതാണ് കണ്ടോ, അവിടെയുണ്ട് വ്യൂ പോയിൻ്റ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. അവിടെ ആൾക്കാർ നിൽക്കുന്നത്. പക്ഷെ ഇതും കൊള്ളാം. ഇപ്പം ഏകദേശം എത്ര മണിയായി? 3:30. വെയിലിൻ്റെ ആ ഒരു ചൂട് അറിയണില്ല. വാട്ടപ്പാൻ ഗൈസ്, വിഷയം ഇതൊക്കെ പൊളിച്ച്. പിന്നെ ഇവിടെ എന്തോ ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസും പിന്നെ വേറെ എന്തൊക്കെയോ 2-3 വെള്ളച്ചാട്ടം ഉണ്ട്. ഇതാണ് വ്യൂ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് കാണിക്കാൻ എനിക്ക് കുറച്ച് പോകും. ഗൈസ്, ഞാൻ പറഞ്ഞ സംഭവം എന്താ കണ്ട, അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത്. എനിക്കൊന്ന് ജീപ്പ് സഫാരി അങ്ങോട്ടാണ് തോന്നുന്നത്. കണ്ട അവിടെ കണ്ട ആൾക്കാരെ, അതാണെന്ന് തോന്നുന്നു ഒറിജിനൽ സ്പോട്ട്. ഐ തിങ്ക് സോ. പക്ഷേ ഇത് ഇവിടെ ഒന്നും നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ വഴിക്ക് കണ്ട ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ്. സോ ഇതൊക്കെയാണ് ഇവിടെ കാണാം. പിന്നെ സ്ട്രോബെറി തോട്ടം, ആപ്പിൾ തോട്ടം, മുന്തിരി തോട്ടങ്ങൾ അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം. പക്ഷേ വന്ന സമയം ശരിയല്ല. രാവിലെയൊക്കെ ഇവിടെ വന്ന് വല്ല ക്ലൗഡ് ബെഡോ അങ്ങനത്തെ സെറ്റപ്പൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഏരിയ. പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ടും ഇവിടെയൊക്കെ ഉണങ്ങി നിൽക്കുക. ഈ വെയിൽ, ഐ മീൻസ് ഇപ്പോഴത്തെ ഈ ഒരു മാർച്ച്, ഏപ്രിൽ ഈ ഒരു സമയമുണ്ടല്ലോ, മെയ് വേനൽ സമയം, അതായതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഉണങ്ങിക്കത്തി നിൽക്കുന്നത്. ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പൊളിയായിരിക്കും. സോ ഇതാണ് നമ്മളെ ഭ്രമരം വ്യൂ പോയിൻ്റ്. പക്ഷേ അതാണ് സ്ഥലമെന്ന് തോന്നുന്നു. ഭ്രമരം വ്യൂ പോയിൻ്റ് മാപ്പിൽ ഇനിയും കാണിക്കുന്നുണ്ട്. കണ്ടോ അവിടെയൊക്കെ മലയുണ്ട്. നമ്മൾ കാന്തല്ലൂർ ടൗൺ വന്നിട്ട് ടൗണിലേക്ക് കയറാതെ അതിന് മുമ്പ് ഒരു റൈറ്റ് നമ്മൾ ഇവിടുന്ന് വരുമ്പോഴത്തേക്ക് റൈറ്റിലേക്ക് ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് താപ്പോട്ട് ഇങ്ങനെ ഒരു കുറച്ച് റോഡാണ് നിങ്ങൾ കണ്ടു കാണുന്ന റോഡ്. ഇച്ചിരി ഓഫ് റോഡും ഇച്ചിരി റോഡില്ലാത്തൊരു ഇച്ചിരി നോക്കി പിടിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതാണ് സ്ഥലം. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർക്ക് വേണ്ടി ഫോട്ടോയ്ക്കും വ്യൂ പോയിൻറ്റിനൊക്കെ വേണ്ടി ഇതുപോലത്തെ സാധനം കെട്ടി വെച്ചിട്ടുണ്ട്. അതുണ്ട്. പക്ഷെ ഇത് രാവിലെയൊക്കെ വന്ന് കാണാൻ നല്ല രസമായിരിക്കും. ഇപ്പോൾ കണ്ടിട്ട് എന്തോ ഈ മരുഭൂമി വന്ന് കിടക്കണം പോലെ ഉണ്ട്. പക്ഷേ കൊള്ളാം കേട്ടോ സെറ്റപ്പ്.
എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് ചില്ലടിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ സമയം ഒട്ടുമില്ല എനിക്ക്. ആറപ്പുള്ളി എന്തായാലും മറവിൽ നിൽക്കണം, അതിന് മുമ്പ് പെട്രോൾ അടിക്കണം. അതൊക്കെയാണ് എൻ്റെ ഒരു ചിന്ത. ചാർജ് പിന്നെ എനിക്ക് ഫോണിൽ ചെയ്യാൻ പറ്റും, മറ്റേ ഫോണിൽ കുത്തേണ്ട ആവശ്യമില്ല, തീർന്നു. പക്ഷേ ഇതിന് പിന്നെ ഫോണ് ബൈക്കൊക്കെ കുത്താവുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ ബാക്കി പെട്രോളും കൂടെ എനിക്ക് സെറ്റായി കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. സോ ഇതാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്, വേറെ കാര്യങ്ങളൊന്നുമില്ല. കൊള്ളാം കേട്ടോ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഈ ഒരു സമയമായതുകൊണ്ട്. വെയിലില്ലെങ്കിൽ ആ ഒരു 4 മണി സമയത്തൊക്കെയാണ് ഓക്കെ ആയിരിക്കും. കോട ഇറങ്ങണം, അതാണ് എനിക്കൊരു ഇതായിപ്പോയത്. ഇവിടെ വന്നിട്ട് മിക്കപ്പോഴും കോട കിട്ടിയിട്ടുണ്ട് 3 മണി 4 മണി സമയം, 3 മണിക്കൊക്കെ വന്നിട്ട്. പക്ഷെ ഇപ്പം എന്തെന്ന് അറിയത്തില്ല, കോടയില്ല. അതേ ഉള്ളൊരു വിഷമം. ഞാൻ എന്താ പറയുക, എനിക്കിപ്പോൾ എന്തോ ഭാഗ്യക്കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ വാഗമൺ പോയപ്പോൾ കോട കിട്ടിയില്ല. അതുപോലെ ഇപ്പോൾ ഈ കാന്തല്ലൂർ കോട കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഞാൻ രാവിലെ ഇറങ്ങിയത്, അതുമില്ല. ഇവിടെയൊക്കെ നല്ല വെയിൽ മാത്രം. ഇനി ഈ വന്ന സമയത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ ഈ ഏപ്രിൽ മെയ് മാസം ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ ഇതെന്താ വെയിൽ ഒരു രക്ഷയില്ല. വാഗമൺ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ, ഇവിടെ വന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ. എന്താ ചെയ്യുക, കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അധികം എടുക്കുന്നില്ല. അടുത്ത 2 വെള്ളച്ചാട്ടം കണ്ടുണ്ട്, അത് രണ്ടും കൂടെ പിടിക്കുക, തിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ അടുത്ത് നമ്മുടെ എന്താണ് ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടമാണ്, ഐ തിങ്ക് സോ അവിടേക്കൊന്ന് പോയിട്ട് വരാം. കാന്തല്ലൂർ വാട്ടർ പാർക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ലൊക്കേഷനിലേക്ക് വന്ന് നിൽക്കണം. അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്, പിന്നെ താപ്പോട്ട് ഇറങ്ങാൻ സ്ഥലമുണ്ട്. ഞാൻ അവിടെ വെച്ചെടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുക്കാത്ത. കുറേ നടക്കാണെന്നാണ് അവിടെ നിന്ന് ചേട്ടന്മാർ പറഞ്ഞത്. പിന്നെ ഞാൻ ബാഗൊക്കെ കൂടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു കട കണ്ടത്, ഈ കടയിലെ ചേട്ടൻ പറഞ്ഞ് ബാഗ് അവിടെ വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. ഇതേതാണ്ട് കുറേ ഉണ്ട് താപ്പോട്ട് നടക്കാൻ. അയ്യോ, പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കുളിക്കാനുണ്ടെങ്കിൽ കുളിക്കാനുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാഗ് വെച്ചെടുത്തിട്ട് പോകും. കാര്യം ഇത്ര നടക്കാണ്ട് ഇറക്കം കയറ്റം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം കണ്ടു, കൊള്ളാം. എനിക്ക് തിരിച്ചു വരുമ്പോൾ ബാഗ് കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വെച്ച്, പിന്നെ അതിനകത്ത് വേറെ ഒന്നും ഇല്ല. എനിക്ക് എൻ്റെ ഡ്രസ്സ് കുറച്ച് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു ചാർജർ ഇരിപ്പുണ്ട്, വേറെ സാധനങ്ങളൊന്നും അതിനകത്ത് വെച്ചിട്ടില്ലേ. സോ ഇതുപോലെ ഒരു ഇറക്കമുണ്ട്. കാന്തല്ലൂർ വാട്ടർഫോൾസ് എന്നാണ് നമ്മൾ നിന്ന ഭ്രമരം പോയിൻ്റിൽ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട്. കുറേ നടക്കാണ്ടെന്ന് ഒരു ചേട്ടൻ പറഞ്ഞു. ഞാനിപ്പം വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു എക്സ്പൾസ് ആയിരുന്നു തോന്നുന്നു, അവർ വന്നിട്ട് കുറേ നടക്കാണ്ട് പോകാനെന്ന് പറഞ്ഞു. ഞാൻ കാര്യം എനിക്ക് വന്ന് കാന്തല്ലൂർ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഒരുമാതിരി സ്ഥലത്ത് വന്ന് നിൽക്കും. ആ റോഡും പൊളി, ഒരു ഓഫ് റോഡ്, ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്. അങ്ങനെ വന്ന് നിന്നു. ഞാൻ അന്നേരം ഓർത്ത് ഇത് തന്നെയാണല്ലോ ലൊക്കേഷൻ. ഇനി എനിക്ക് മാറിപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ എല്ലാവരും എനിക്കിട്ട് നോക്കണം. ഞാൻ കാണാൻ ജാക്കറ്റൊക്കെ ഇട്ട് ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. എല്ലാവരും എനിക്കിട്ട് നോക്കണം, ഞാൻ അവർക്കിട്ട് നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ആ ചേട്ടൻ ഇങ്ങനെ വണ്ടി എടുത്ത് പോയപ്പോൾ മോനെ കുറച്ച് നടക്കാണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത്ര വന്നാലേ നടക്കാം. പക്ഷേ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം. സമയം കളയാൻ അധികം ഇല്ല. അയ്യോ, ഇത് കണ്ടോ, ഇതുപോലത്തെ ഇറക്കാണ് കേസ്, ഒരു രക്ഷയില്ല. എൻ്റെ മോനെ, ഞാൻ എന്തായാലും താഴത്ത് എത്തിയിട്ട് ബാക്കി പറയാം. കാര്യം ഇറക്കി ഇതുപോലത്തെ ഇറക്കാണ്. പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ ലെങ്ത്തും കൂടും. കുറേ വഴിയുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും എന്നൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. ഒരു 5:30 ഇറങ്ങാനുള്ള ഉദ്ദേശമാണ് ഞാൻ നോക്കണ. സമയം 4:15 പോകുന്നുണ്ട്. സോ ഇതുപോലത്തെ ഒരു വഴിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. കുറേ നേരമായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ ഉണ്ട്. ഒരു കാടിനകത്ത് കൂടെയൊക്കെ പോകുന്നത്, ദൈവത്തിനറിയാം. അല്ല, വെള്ളത്തിൽ ഒച്ചയൊക്കെ ഉണ്ട്. ഇതോടെ വന്ന് കയറി. ഇവിടെ വന്നു വെള്ളച്ചാട്ടം. സംഭവം കൊള്ളാം. ഈ ഒരു സമയമായതുകൊണ്ടാണെന്നോ അധികം ആളും ഇല്ല, ബഹളവും ഇല്ല. നമുക്ക് സമാധാനമായിട്ടൊക്കെ പോയിട്ട് വരാം. കണ്ടാ, ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറുന്നത് ഗൈസ്, ഒരു രക്ഷയില്ല. കൊള്ളാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ വഴി കാണും, അങ്ങോട്ടൊന്നും പോകണ്ട, അതാണ് നല്ലത്. അടിപൊളി. ഒരു മിനിറ്റ് ഗൈസ്, ഇവിടെയാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ അവിടെയാണ് കണ്ടോ, അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത്. ഇതാണ് വെള്ളച്ചാട്ടം. പിന്നെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ബാക്കി. നല്ല തണുത്ത വെള്ളം ഗൈസ്, ഒരു രക്ഷയില്ല. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുളിക്കേണ്ടവർക്ക് അവിടെ കുളിക്കാം, അവിടെ ആ സൈഡിൽ കുളിക്കാം. അല്ലാത്തവർക്ക് ഇവിടെ ഒന്ന് വായ നോക്കി ഇരിക്കാം. സോ ഇതാണ് വെള്ളച്ചാട്ടം. അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടിരിക്കുകയാണ് ഗൈസ്. ശരിക്കും മേലെ കൊള്ളാം, ചെറിയൊരു വെള്ളച്ചാട്ടം. ഇവിടെ കടകളൊക്കെ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഒഴുകി പോകും. ഇവിടെയൊക്കെ വേണം നിൽക്കാം. പക്ഷേ മഴ സമയത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. കാര്യം ഇതിലൂടെയൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് ഞാൻ കണ്ടിട്ട്. ഉണ്ടോ, അതൊക്കെ വെള്ളം നല്ല രീതിക്ക് ഒഴുകി വരും മഴ സമയത്ത്. ഇങ്ങോട്ട് വരാനും പറ്റില്ലായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷേ കൊള്ളാം, ഈ ഒരു വ്യൂ കൊള്ളാം. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വന്ന് കാണുന്നൊരു വ്യൂ ഉണ്ട്. ഈ വ്യൂ കൊള്ളാം. എന്തായാലും അടുത്ത ഇറച്ചിപ്പാറ പിടിക്കട്ടെ.
സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്തത്. വേറെ കാര്യമില്ല, ഇത് കണ്ട ജി സഫാരി അവിടെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയും വരാൻ തോന്നുന്നു. ജി സഫാരിയിൽ ആയിരിക്കും നമ്മൾ. ഇതും കൊള്ളാം. ഞാനെന്തായാലും ചെറുകിട്ടാണ് നമ്മൾ വന്ന വഴി വണ്ടി ഇവിടം വരെ വെക്കാം. ഇവിടെ നിന്നാണ് ഇറങ്ങി പോകുന്നത്. ഇതാണ് കട. ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ആണിത്. എന്താ ആ താഴെ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഇതാണ് ഇവിടെ നിന്നുള്ളതാണ്. ഇതാണ് മറ്റേ ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടം. നമ്മൾ റീലിലൊക്കെ കാണുമ്പോൾ ഇതിലെ കൂടെയൊക്കെ വെള്ളം ഒഴുകി പോകണ പോലെയുണ്ട്. പക്ഷെ ഇപ്പം ഒരു തുള്ളി വെള്ളമില്ല. അവിടെ ഉണ്ട് വേണ്ട. പക്ഷേ ഈ വ്യൂ അടിപൊളി. വ്യൂ ഫോക്കസായി. വ്യൂ കൊള്ളാം. അത് മാത്രം കൊള്ളാം. അവിടെയാണ് വെള്ളച്ചാട്ടം. ഇങ്ങോട്ട് വെള്ളമില്ല ഗൈസ്. പറ്റിച്ചു ഗൈസ്. കണ്ടോ ഈ വ്യൂ കൊള്ളാം. ഇതാണ് ആ റീലിലൊക്കെ കാണുന്ന റോഡ്. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കുളിക്കുന്നതും പോകുന്നതും. ഒരു തുള്ളി വെള്ളമില്ല. അയ്യോ എന്തൊരവസ്ഥ നോക്കണേ. പക്ഷേ ഈ ഒരു സമയം ഇപ്പോൾ എത്ര മണി? 5 മണിയായിട്ടുണ്ട്. ഈ ഒരു സമയമായതുകൊണ്ട് കൊള്ളാം കാണാം. സോ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗെന്ന് പറയാനായിട്ട്. നമുക്ക് ആ വ്യൂ കൂടെ കാണിച്ചു തരാം. നല്ല വ്യൂ അടിച്ചിട്ടുണ്ടല്ലേ. ഇതാണ് വ്യൂ. വെയിലടിക്കുന്ന പറഞ്ഞാൽ രസമുണ്ട് പക്ഷേ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ കാര്യമായിട്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ പിന്നൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ ഇങ്ങനെ പട്ടണം ഒന്ന് കൊണ്ടുപോകാനായിട്ടാണ് ഈ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിട്ട് പോകാൻ കാന്തല്ലൂർ. അതല്ല കാന്തല്ലൂർ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 2 ദിവസത്തേക്ക് കാണുന്ന രീതിക്ക് വരുന്നതായിരിക്കും നല്ലത്. എന്നെ കാണാൻ പറ്റണ്ട 2 ദിവസത്തേക്കായിട്ട് കാണാവുന്ന രീതിക്ക് വരുന്നതായിരിക്കും നല്ലത് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാണാമല്ല, അപ്പോൾ 2 ദിവസത്തേക്കായിട്ട് വരുന്നതായിരിക്കും നല്ലത് കാന്തല്ലൂർ. അങ്ങനെ വന്നാലും കാണാൻ പറ്റില്ല. എന്നെപ്പോലെ ഇപ്പോൾ 1 ഡേ ട്രിപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ വരാം. അങ്ങനെയും പറ്റുന്നുണ്ട്, പറ്റില്ല എന്നല്ല. 1 ഡേ ട്രിപ്പ് വരുവാണെങ്കിൽ ഇച്ചിരി നേരത്തെ ഇറങ്ങും. ഒരു 9 മണി അല്ലെങ്കിൽ 8 മണിക്കൊക്കെ ഇവിടെ എത്തുന്ന രീതിക്ക് വരണം. അതൊരു 7 മണിക്കെങ്കിലും എത്തുന്ന രീതിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലം കണ്ടൊരു 1 ഡേ ട്രിപ്പ് പോയിട്ട് മറ്റേ റൂട്ട് പ്ലാൻ ചെയ്ത് വേണം ഇപ്പോൾ. ഒരു 7 മണിക്കോ 8 മണിക്കൊക്കെ എത്തുന്ന രീതിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരെ മറയൂർ പിടിച്ച് പൊള്ളാച്ചി പിടിച്ച് അങ്ങനെയും പോകാം. നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് ടീം കയറി വന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ ഇങ്ങോട്ട് ഇതാണ് നമ്മുടെ മൗണ്ടിങ്. ഉണ്ടാകും ഇതിലായിരുന്നു ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ വന്ന സമയത്ത് വന്ന് കാണാം. ഈ 3 മണിക്ക് വന്നിട്ട് കണ്ടിട്ട് പോകാനായിട്ടാണ് 2-3 വെള്ളച്ചാട്ടവും കുറച്ച് തോട്ടങ്ങളൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഒന്ന് പോകാം. അതല്ലാണ്ട് ഒരു 2 ദിവസത്തേക്ക് വരുവാണെങ്കിൽ ഒരു വൈകിട്ട് കാന്തല്ലൂർ വന്ന് സ്റ്റേ ഇടുന്ന രീതിക്ക് വരുന്നെങ്കിൽ വന്നിട്ട് നല്ല പാക്കേജുകളുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം റൂം നല്ല പാക്കേജുകളുള്ള റൂമുകളും അല്ലെങ്കിൽ ഈ മഡ് ഹൗസ് അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പൊക്കെ വന്ന വൈകി ഫുള്ളതിൻ്റെ ബോർഡുകളും കാര്യങ്ങളും കാണാം. അപ്പോൾ അങ്ങനെ വന്നിട്ട് വേണം നിങ്ങൾക്ക് സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഫുള്ള് കാന്തല്ലൂർ ഇറങ്ങുക. വൈകിട്ടത്തേക്ക് ഇറങ്ങുന്ന രീതിക്ക് പോവുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഫുള്ള് കാണുകയും ചെയ്യാം. അത്യാവശ്യം നല്ല വ്യൂവും പോയിന്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ വൈകിട്ട് സമയത്തുള്ള കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ പോയി കാണുക. ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പ്രവരം വ്യൂ പോയിൻ്റൊക്കെ വേണമെങ്കിൽ വൈകിട്ട് ഈ സമയത്തൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ പൊളിയായിരിക്കും. അങ്ങനെയൊക്കെ വേണം കണ്ടിട്ട് വരാം. സോ അങ്ങനെ വേണം പ്ലാൻ ചെയ്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നെപ്പോലെ ഒരു 9 മണിക്ക് അല്ല ഈ 3 മണിക്ക് കയറി വന്നിട്ട് എല്ലാം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത് നടക്കില്ല. അത്ര എനിക്ക് പറയാനായിട്ട് വേറൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വെച്ച് അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ വേറൊന്നുമില്ല. ഇനി നേരെ റൂം പിടിക്കാനുള്ളൂ. കാര്യം സമയമില്ല. അതുകൊണ്ടാണ് ഒരു സമയമില്ലാത്ത സമയത്ത് കയറി വന്നതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ച മാക്സിമം. പക്ഷേ ഇങ്ങനെ ഒരവസ്ഥ കിട്ടി. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 8 മണി കഴിച്ചു. 8 മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. 9 മണിക്കുള്ളിൽ മൂന്നാർ എത്തണ രീതിക്ക് ഞാൻ പോകുന്നു. 10 മണിക്കുള്ളിൽ മൂന്നാർ എത്തി എന്നാണ് എൻ്റെ 10 മണിക്കുള്ളിൽ എത്തി. പിന്നെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വിടുമായിരുന്നു. സോ ഇതായിരുന്നു അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ കടകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആളുകളൊന്നും വരുത്തില്ല. കാര്യം ഈ സമയത്തൊന്നും ഇവിടെ ആളുകളൊന്നും വരില്ല. വെള്ളച്ചാട്ടമൊക്കെ പറ്റി താഴെ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞില്ല. ഇറങ്ങാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് അടുത്തൊരു വ്ലോഗുമായിട്ട് വരാം. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. രാവിലെ ഞാൻ ഒന്ന് പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ ഒന്ന് പറയുന്നതെന്നുള്ളൂ. അപ്പോൾ ശരി. ഇനി പോകാൻ വഴിക്ക് കുറെ കിട്ടുവാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഷോർട്സിനകത്തോട്ട് വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഞാൻ അവിടെ നിന്ന് പുഴുങ്ങി പോയി സാധനം ഇട്ടാൽ. അപ്പം ബൈ ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. I've been stuck in my zone, I'm gonna blast them all, sliding on fake. I've been out finding my ways, grinding for days. I've been out shining the hate, all of y'all wanted for praise. Stuck in a phase, letting it turn in a blaze, yeah. Homie,